നോർത്തിൽ എല്ലാ ഇലക്ഷൻ നടക്കുന്നത് 11-ാം തീയതി ഡിസംബർ 13-ാം തീയതിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ പോകുന്നത് എന്നാണ് ഇന്ന് ഞാൻ ടി വിയിൽ കണ്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഇന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കാണുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഒരു ജനങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ്. വികസനം, വികസിത കേരളം, വികസിത കോർപ്പറേഷൻ, വികസിത മുനിസിപ്പാലിറ്റി, വികസിത പഞ്ചായത്ത് ഇത് സൃഷ്ടിക്കാൻ ഒരു അവസരമാണ്. എത്രയോ കൊല്ലം മാറി മാറി ഭരിച്ച LDFും UDFും എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അവർ മാറ്റം ആഗ്രഹിക്കുന്നു. BJP NDA ഇന്നലെ തിരുവനന്തപുരം അനന്തപുരിന്റെ ഒരു ലിസ്റ്റ് പ്രഖ്യാപിച്ചു കാൻഡിഡേറ്റ്. ഇന്നു മുതൽ അടുത്ത ഒരു 2-3 ദിവസം കാൻഡിഡേറ്റ് ലിസ്റ്റ് എല്ലാം ഞങ്ങൾ പ്രഖ്യാപിക്കും. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസിത കേരളം, വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, എത്രയോ കൊല്ലമായിട്ടും എത്ര കാലമായിട്ടും പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഞങ്ങൾ അതിനെല്ലാം പരിഹരിക്കും എന്ന് ഒരു വാഗ്ദാനം കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഇലക്ഷനിൽ ഇറങ്ങുന്നത്. എന്താണ് വികസനം എന്ന് ചോദിച്ചാൽ, അഴിമതിരഹിത ഭരണം ഈ നാട്ടിൽ കൊണ്ടുവരണം. അത് BJP കൊണ്ടുവരും. അത് കോർപ്പറേഷനാണോ, മുനിസിപ്പാലിറ്റിയാണോ, ഗ്രാമപഞ്ചായത്താണോ, നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത് എത്രയോ അഴിമതി, കൊള്ള നടക്കുന്ന ഭരണങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു അഴിമതിരഹിത ഭരണം കൊണ്ടുവരണം. അതാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട്. അതിന്റെ ഒപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, മാലിന്യം, സ്ട്രീറ്റ് ലൈറ്റ്, റോഡ്, ആരോഗ്യം, ഇതെല്ലാം കൃത്യമായി ജനങ്ങളെ വേദനിപ്പിക്കുന്ന ഇഷ്യൂസ്, പരിഹരിക്കാത്ത ഇഷ്യൂസ്, ഇതെല്ലാം പരിഹരിക്കാൻ BJP ആണ്, NDA ആണ് ഇതിന്റെ കഴിവുള്ള ഒരു മുന്നണിയും പാർട്ടിയും താല്പര്യമുള്ള. രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതീക്ഷകൾ അല്ലെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പറയുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ